പിന്നെ എന്തിനാ? അവൻ ചോദിച്ചു. അവള് പെട്ടെന്ന് കണ്ണു തുടച്ചു. നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ ആരതിയെ വിളിച്ചുകൊണ്ടുവരാം. അവളുടെ മുഖത്തേക്ക് നോക്കിയത് പറഞ്ഞതും അയലിട്ടിരുന്ന തോർത്ത് കഴുത്തിലൂടെ ചുറ്റിയവൻ അപ്പുറത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് ആരതിയും സച്ചിനും ചിഞ്ചുവും കൂടി തിരികെ വരുന്നത്. ആരതി ഇങ്ങി വന്നേ, അവൻ വിളിച്ചതും അവള് പെട്ടെന്ന് അവന്റെ അരികിലേക്ക് ചെന്നു. അവളെ അല്പം മാറ്റി നിർത്തി അവൻ കാര്യം പറഞ്ഞു. ഡാ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും മീനു ഇപ്പൊ വരാമേ. ആരതി അതും പറഞ്ഞുകൊണ്ട് മീനുവിന്റെ കയ്യിൽ പിടിച്ചു. മുന്നിൽ തന്നെ മീനുവിന്റെ അകത്തേക്ക് കയറ്റി വിട്ടു. ശേഷം പാവാടി ഒന്നും കാണാത്ത രീതിയിൽ അവളുടെ പിറകെയും അകത്തേക്ക് കയറി ആരതി. ഈ മാസം ഓർത്തില്ലായിരുന്നോ? അവളുടെ മുഖത്തേക്ക് നോക്കി മുറിയിലേക്ക് ചെന്നതിന് ശേഷം ആരതി ചോദിച്ചു. ഇത് രണ്ടാമത്തെ തവണയാണ്. ഒരു വട്ടം ഉണ്ടായിരുന്നു, അന്ന് അമ്മ ജിലേബി വാങ്ങി തന്നതാ. അത് കഴിഞ്ഞ് 3-4 മാസത്തോളം ആയി. പിന്നെ വന്നിട്ടേയില്ല. പിറ്റേ മാസം വരുമെന്ന് അമ്മ പറഞ്ഞിരുന്നു, പക്ഷെ വന്നില്ല. അവള് പറഞ്ഞു. ചിലർക്ക് അങ്ങനെയാ. ഞാൻ ആദ്യം ആയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് രണ്ടാമത് വന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. ഇപ്പോൾ 1 വർഷത്തിന് മുകളിലാകുന്നു. ഇപ്പം എനിക്ക് ഡേറ്റൊക്കെ അറിയാം. ലേറ്റായി പോയി അല്ലേ? ഞാൻ ഈ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രം ഇത്രയും താമസിച്ചു പോയി. ചിലർക്ക് അങ്ങനെയാടോ. സാരമില്ല, ഇനി തൊട്ട് റെഗുലറായിട്ട് വരും. ഇന്നത്തെ ഡേറ്റ് 17. ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അടുത്ത മാസം ഒരു 15 തൊട്ട് പ്രതീക്ഷിച്ചാൽ മതി. എൻ്റെ കയ്യിൽ പാഡ് ഇരിപ്പില്ലെന്ന് തോന്നുന്നു. എന്താ ചെയ്യുക? ആരതി ചോദിച്ചപ്പോൾ നിസ്സഹായതയോട് അവൾ ആരതിയെ തന്നെ നോക്കി. താൻ ഏതായാലും ബാത്റൂമിൽ പോയിന്ന് വാഷ് ചെയ്തിട്ട് വാ, ഞാൻ അപ്പോഴേക്കും വരാം. അതും പറഞ്ഞ് അവൾ നേരെ പോയത് ആദർശിൻ്റെ മുറിയിലേക്കായിരുന്നു. ചേട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യുമോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ചൂളമടിച്ച് മുടിയും പാടി ചീകിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളോട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഒരു പാഡ് വാങ്ങിത്തരുമോ? എന്താ? ഞെട്ടിയതുപോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ റെഡിയായി വരാം. മെഡിക്കൽ സ്റ്റോറിൽ ഒന്ന് വിട്ടാൽ മതി, ഞാൻ വാങ്ങിക്കോളാം, അവൾ പറഞ്ഞു. പെട്ടെന്ന് അവളെ ഒന്ന് നോക്കിയതിന് ശേഷം ബൈക്കിൻ്റെ ചാവിയും എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോയിരുന്നു. ആ പാവാടി അങ്ങ് മാറിക്കോ, ഞാനേ വേറൊരു പാൻറ് തരാം. അവൾ തൻ്റെ ഒരു പാൻറ് എടുത്ത് അവൾക്ക് കൊടുത്തു. ഒപ്പം അലമാരിയിൽ നിന്നും പുതിയൊരു പാൻറ്റീസും എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇത് പുതിയതാണ്, സ്കൂൾ തുറക്കുമ്പോഴേക്ക് വേണ്ടി വാങ്ങി വെച്ചതാ, ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇരുവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാതിൽ കൊട്ട് കേട്ടത്. അവൾ വാതിൽ തുറന്നപ്പോൾ ആദർശാണ്. മീനാക്ഷിക്ക് അവനെ നോക്കാൻ തന്നെ മടി തോന്നി. അവളെ ഒന്നും നോക്കാതെ ഒരു കടലാസ് പൊതി ആരതിയുടെ കയ്യിലേക്ക് അവൻ കൊടുത്തു. ഞാൻ പോവുകയാണ്, ഇനി നിന്നാൽ താമസിക്കും. ആരതിയോടാണ് പറഞ്ഞതെങ്കിലും ആ നിമിഷം മാത്രം നോട്ടം അവൾക്ക് പിന്നിൽ നിൽക്കുന്നവളിലായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുഖം മാറ്റിക്കളഞ്ഞു. അവനെ നോക്കാൻ എന്തോ ഒരു ചമ്മൽ ആ നിമിഷം അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അതറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി ബാക്കിയാവുകയും ചെയ്തു. ആരതിയുടെ ചേട്ടനെ കൊണ്ടാണോ ഇത് വാങ്ങിപ്പിച്ചത്? വേണ്ടിയിരുന്നില്ല. മീനാക്ഷി ചമ്മിയതുപോലെ ആരതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മീനുവിനറിയോ, ചേട്ടനൊരു പാവ, ആരോടൊന്നും പറയാൻ പോകുന്നില്ല. എങ്കിലും വേണ്ടിയിരുന്നില്ല. മീനാക്ഷിയുടെ മുഖം തെളിയുന്നില്ല. എനിക്കങ്ങനെ ആവുന്ന സമയത്ത് ചേട്ടനാ വാങ്ങിത്തരുന്നത്. അമ്മ പറയാറുണ്ട് ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആൺകുട്ടികൾക്കൊരു ബോധവൽക്കരണം കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഏട്ടനും അറിയാം. ഞാനും അമ്മയും ചേട്ടനും ഒക്കെ ഇവിടെ ഫ്രീ ആയിട്ടാണ് സംസാരിക്കാറ്. ആരതിക്ക് വാങ്ങുന്ന പോലെയല്ലല്ലോ എനിക്ക്. ആരതിയുടെ ചേട്ടൻ എന്ത് കരുതിയിട്ടുണ്ടാവും? ഹേ, അങ്ങനെയൊന്നും കരുതിയിട്ടുണ്ടാവില്ല. അതോർത്ത് മീനാക്ഷി ടെൻഷൻ ആവണ്ട. ഏതായാലും താ മാറിയിട്ടോ, അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരതി പറഞ്ഞു. എന്നിട്ടും ബാത്റൂമിലേക്ക് പോകാതെ മടിച്ചു നിൽക്കുന്നവളുടെ മുഖം കണ്ടപ്പോൾ തന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നിയിരുന്നു. എന്താടോ, ചേട്ടൻ വാങ്ങിയതാണോ തനിക്ക് ഇഷ്ടമാവാത്തത്? അതുകൊണ്ടാണോ ഇങ്ങനെ നിൽക്കുന്നത്? അല്ല, പിന്നെന്താ? ഞാൻ ടി വിയിലൊക്കെ ഇതിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്കിത് ഉപയോഗിക്കാനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാ ആയപ്പോൾ അമ്മ സാരിയുടെ തുണിയായിരുന്നു വെച്ചത്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നിഷ്കളങ്കമായി ചോദിക്കുന്നവളുടെ മുഖത്തേക്ക് തന്നെ ആരതി നോക്കി നിന്നിരുന്നു. ശേഷം ഒരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എങ്ങനെയാണിത് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തിരികെ വീട്ടിലേക്ക് ചെന്നപ്പോൾ മുത്തശ്ശിയോട് കുറച്ചു മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ നിന്നും വ്യക്തമായി ഒഴിവാക്കിയൊരു ഭാഗം അപ്പുവാണ് തനിക്ക് പാട് വാങ്ങിക്കൊണ്ട് വന്നതെന്നായിരുന്നു. അതെന്തോ പറയുവാൻ തോന്നിയിരുന്നില്ല. കലശലായ വയറ്റുവേദനയും നടുവേദനയും തുടങ്ങിയ സമയം മുത്തശ്ശി കിടക്കാൻ പറഞ്ഞു. ഉടനെ തന്നെ എത്തിച്ചു ഏലക്കയും ഉലുവയും ഒക്കെ ഇട്ട് മുത്തശ്ശിയുടെ മുറിവൈദ്യം. അതുകൂടി കിട്ടിയതോടെ കുറച്ച് ആശ്വാസം തോന്നി. കണ്ണുകൾ അടച്ചു കിടന്നപ്പോഴും മനസ്സിൽ അപ്പുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അവൻ അറിഞ്ഞല്ലോ എന്ന് ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു ചമ്മലും മനസ്സിൽ നിറഞ്ഞു നിന്നു. ആൾ എന്ത് കരുതി കാണും? മോശമായി പോയെന്ന് ആ നിമിഷം തന്നെ മനസ്സിൽ ചിന്തിച്ചു. ആ 7 ദിവസങ്ങൾ വളരെയധികം കഠിനമായിരുന്നു. മുത്തശ്ശി പുറത്തിറങ്ങണ്ടെന്നും വിളക്ക് വയ്ക്കുന്ന മുറിയിലൂടെ നടക്കണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് ആരതിയുടെ വീട്ടിലും പോയില്ല. 2 വട്ടം ആരതി തന്നെ കാണുവാൻ വീട്ടിലേക്ക് വന്നിരുന്നു. കട്ടിലിൽ കിടക്കേണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു മുറിയിലാണ് മുത്തശ്ശി കിടത്തിയത്.
അവിടെ തറയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഭക്ഷണമെല്ലാം അകത്ത് കൊണ്ടുവന്ന് തരികയായിരുന്നു മിനി ആൻറ്റി. 7ാമത്തെ ദിവസം മുത്തശ്ശിയും കൂടെ വന്നു ആറ്റിൽ കുളിക്കുവാനായി. കുളിച്ചതിനൊപ്പം തന്നെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം കഴുകുകയും ചെയ്തു. ഇതിനിടയിൽ ദുബായിൽ ചെന്നതിന് ശേഷം അമ്മ ഫോൺ വിളിക്കുന്നുണ്ട്. ദിവസവും വളരെ കുറച്ച് സമയം മാത്രമേ സംസാരിക്കത്തുള്ളൂ. ISD ആണെന്ന് പറഞ്ഞ് മിനിമാമിയുടെ മുഖം മാറും. മാത്രമല്ല, ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോൾ ഇവിടുത്തെയും പൈസ പോകുമെന്നാണ് മാമി പറയുന്നത്. അമ്മയുടെ കയ്യിലും പണം കാണില്ലല്ലോ. അതുകൊണ്ട് വളരെ കുറച്ച് സമയമെങ്കിലും എന്നും അമ്മയുടെ സ്വരം കേൾക്കാമെന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണെന്ന് അവൾ ഓർത്തു. ഹോളിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയോടൊന്നും പറയാൻ പറ്റില്ല. പലപ്പോഴും അമ്മ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മിനിമാമി ആയിരിക്കും അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും സാധിക്കില്ല. പല കാര്യങ്ങളിലും അമ്മയോട് പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും കുറേയൊക്കെ അമ്മയോട് പറയാതെ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. മിനിമാമി പലപ്പോഴും മുത്തശ്ശി പോലും കാണാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. വീട്ടിലെന്തെങ്കിലും ആഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ പകുതിയും തനിക്ക് തരാറില്ല. മീൻ വറുത്തതുണ്ടെങ്കിൽ അത് തനിക്ക് തരില്ല. പകരം മീൻ കറി ആയിരിക്കും പലപ്പോഴും തരുന്നത്. അതുപോലെ പല കാര്യങ്ങളിലും വ്യത്യാസം കാണിക്കാറുണ്ട്. ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ ആർക്കും ആവശ്യമില്ലാത്ത കഷ്ണങ്ങളാണ് പലപ്പോഴും തരാറുള്ളത്. ഇനി ചിക്കൻ ഫ്രൈ വെക്കുകയാണെങ്കിൽ അത് തനിക്ക് തരിക പോലും ചെയ്യാറില്ല. ഇതൊന്നും മുത്തശ്ശിയും ചിലപ്പോൾ അറിയില്ല. മുത്തശ്ശി അവിടെ നിൽക്കുകയാണെങ്കിൽ തനിക്ക് കാര്യമായി തന്നെ ഭക്ഷണം തരികയും ചെയ്യും. ഇതിനെക്കുറിച്ചൊക്കെ അമ്മയോട് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ അമ്മ വിഷമിക്കുമല്ലോ എന്നും ചിന്തിക്കും. പിന്നെ വിചാരിക്കും, കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ജീവിച്ച അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നതെന്ന്. എങ്കിലും താനും അമ്മയും മാത്രമുള്ള സമയങ്ങളിൽ വല്ലപ്പോഴുമെങ്കിലും ചിക്കൻ വാങ്ങുമായിരുന്നു. ആ സമയത്ത് തനിക്ക് ചിക്കൻ്റെ കാല് നോക്കി തന്നെ അമ്മ കഴിക്കാൻ തരികയും ചെയ്യുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ചിക്കൻ്റെ കഴുത്തും കരളും മാത്രം കഴിക്കേണ്ട അവസ്ഥ. പക്ഷേ മുത്തശ്ശി ഉണ്ടെങ്കിൽ എല്ലാം ഇഷ്ടാനുസരണം തരികയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ അടുത്ത് തന്നെ മാമി നിൽക്കുന്നത് കൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. അന്നത്തെ സംഭവത്തിന് ശേഷം അപ്പുറത്തേക്ക് പോയിട്ടേയില്ല. പലതവണ അവിടേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ആരതി വന്നിരുന്നു. എന്നാൽ താൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആരതി ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ സംഭവത്തിന് ശേഷം എന്തുകൊണ്ടും അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ചമ്മലാണ്. അതുകൊണ്ടാണ് പോവാതിരുന്നത്. അന്നത്തെ ദിവസം വൈകുന്നേരം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് പോകാൻ തീരുമാനിച്ചു. അപ്പു അവിടെ ഉണ്ടാവില്ലെന്ന വിശ്വാസത്തിലാണ് പോകാൻ തീരുമാനിച്ചത് തന്നെ. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ചധികം ബന്ധുക്കളുണ്ട്. ആ സമയം അവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നിപ്പോയിരുന്നു. തന്നെ കണ്ടപ്പോഴേക്കും ആരതി ഓടി വന്നിരുന്നു. ഏതായാലും കറക്റ്റ് സമയത്ത് വന്നത് അമ്മയുടെ ബ്രദറും ഫാമിലിയുമാണ്. തന്നെ വിളിച്ചുകൊണ്ട് ആരതി അകത്തേക്ക് നടന്നു. എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ കൊടുത്തുകൊണ്ട് പ്രീതി ആൻറ്റിയുടെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പു. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വല്ലാത്തൊരു ചമ്മൽ തോന്നി. തന്നെ കണ്ടതും ആളൊന്ന് പുരികം പൊക്കി. അതും കൂടി കണ്ടതോടെ അവിടെ നിന്നും പോയാൽ മതിയെന്ന് തോന്നി. മോളെ, ഒത്തിരി ദിവസമായി ഇങ്ങോട്ട് കണ്ടിട്ട്, കയറി വാ. പെട്ടെന്ന് തന്നെ കണ്ടത് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രീത പറഞ്ഞു. ഇതാരാ? പ്രീതയുടെ സഹോദരൻ പ്രകാശൻ പ്രീതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതപ്പുറത്തെ വീട്ടിലെ കൊച്ച്. ഏട്ടന് ഓർമ്മ കാണും. പണ്ട് ഏട്ടന് വേണ്ടി കല്യാണം ആലോചിച്ചില്ലേ? അപ്പുറത്തെ സീതയുടെ മോള്. ഓ, സീതയുടെ മോള് അല്ലേ? തൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ അത് ചോദിച്ചപ്പോൾ വല്ലാതെയായി പോയിരുന്നു ഒരു നിമിഷം അവൾ. ഇപ്പോൾ ഇതെവിടെ പറയേണ്ട കാര്യം എന്താണെന്ന തരത്തിൽ രൂക്ഷമായി അമ്മയെ നോക്കിയിരുന്നു അപ്പോൾ അപ്പു. ഇവളുടെ അച്ഛനിപ്പോൾ എന്ത് ചെയ്യുകയാണ്? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രകാശൻ ചോദിച്ചു. അതൊക്കെ വലിയ കഥയായിട്ടാ, പിന്നീട് ഒരിക്കൽ പറയാം. അപ്പുവിൻ്റെ രൂക്ഷമായ നോട്ടം കണ്ടുകൊണ്ടാണ് അങ്ങനെ അവർ മറുപടി പറഞ്ഞത്. കയറിവാ മോളെ, പ്രീത വിളിച്ചു. ഇല്ല, ഞാൻ പിന്നെ വരാം. അവളത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അപ്പുവിന് വേദനിച്ചു. ഒരുപക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കുമോ അവൾ അങ്ങനെ ഇടപെട്ടതെന്നാണ് അവൻ ചിന്തിച്ചത്. അവൻ അപ്പോൾ തന്നെ ആരതി ഒന്ന് നോക്കി. അവൾ മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് പോകാം മീനു, അവൾ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പുവും അവളെ ഒന്ന് നോക്കി. ഇപ്പോൾ പോകണ്ടെന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിയിരുന്നു. അത്രയും കാര്യമായി പറയുമ്പോൾ എതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ നിമിഷം അവൾക്ക്. അതുകൊണ്ട് തന്നെ അവൾ സമ്മതിച്ചു. അപ്പുവിൻ്റെ മുഖം തെളിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അകത്തേക്ക് കയറി വാ, അവളെ വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും അകത്തേക്ക് നടന്നിരുന്നു ആരതി. അഞ്ജലി, നീയും വാ. അവിടെ ഇരുന്ന പെൺകുട്ടികളിൽ ഒരാളെ ആരതി വിളിച്ചു. ഇത് അഞ്ജലി, മാമൻ്റെ മോളാ. മീനാക്ഷിക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. മീനാക്ഷി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ തിരിച്ചു. അഞ്ജലി ഇനി മുതൽ ഇവിടെ കാണും. അവൾക്ക് എൻ്റെ കൂടി അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഇവിടെയോ? അപ്പോൾ ആരതിക്ക് കൂട്ടായല്ലോ. ചിരിയോടെ മീനാക്ഷി പറഞ്ഞു. വീട്ടിലല്ല, കുറച്ചപ്പുറത്ത് മാറി. അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് അവരങ്ങോട്ട് മാറുകയാണ്. മാമന് KSFയിലാ ജോലി. അതിപ്പോൾ ഇങ്ങോട്ട് കിട്ടും. ആരതി പറഞ്ഞു. ഇത് മീനാക്ഷി, എൻ്റെ കൂട്ടുകാരിയാണ്. അവൾ അങ്ങനെ പരിചയപ്പെടുത്തിയത് മീനാക്ഷിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. ആരതിക്ക് തന്നെ വലിയ കാര്യമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മീനാക്ഷി എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ അഞ്ജലിയുടെ ചോദ്യം എത്തി. ഞാനും ഈ വർഷം +1 ആണ്. ആഹാ, അപ്പം പിന്നെ നമ്മളെല്ലാവരും ഒരേ പ്രായം തന്നെയല്ലേ?
ചെറുചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ മീനാക്ഷിയും ഒന്ന് ചിരിച്ചിരുന്നു. ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞുകൊണ്ട് ആരതി അടുക്കളയിലേക്ക് പോയി. തിരികെ വന്നത് ഒരു പാത്രത്തിൽ നിറയെ ലഡുവും ജിലേബിയും ഒക്കെ ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ അഞ്ജലിയും മീനാക്ഷിയും സുഹൃത്തുക്കളാവുകയും ചെയ്തിരുന്നു. എടി ആരതി, ഉറക്കെയുള്ള അപ്പുവിന്റെ വിളി കേട്ടപ്പോഴാണ് ആരതി പെട്ടെന്ന് മുറിയിലേക്ക് പോയി ഒരു തേപ്പ് പെട്ടി എടുത്തുകൊണ്ട് വന്നത്. മീനു, ഇതൊന്നും ഏട്ടന്റെ കയ്യിൽ കൊടുത്തേക്കാമോ? ഏട്ടൻ എവിടെയോ പോകാനുണ്ടെന്നാ പറഞ്ഞത്. അത് തേക്കാൻ വേണ്ടിയാ, ഇല്ലെങ്കിൽ പിന്നെ ഒരു സൗകര്യം തരില്ല. ഞാനോ? മീനാക്ഷി മടിയോടെ ചോദിച്ചു. അവന്റെ മുൻപിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതങ്ങ് കൊണ്ടു കൊടുത്തിട്ട് താൻ പെട്ടെന്ന് പോന്നേക്ക്. ഉടനെ തന്നെ അതിനുള്ള പരിഹാരവും കണ്ടുപിടിച്ചു ആരതി. ഞാൻ കൊണ്ടു കൊടുക്കാം, ഉത്സാഹത്തോടെ അഞ്ജലി പറഞ്ഞു. അഞ്ജലി ഇങ്ങോട്ടൊന്ന് വന്നേ. പെട്ടെന്ന് അപ്പുറത്തു നിന്നും അഞ്ജലിയുടെ അമ്മ ഗീത വിളിച്ചപ്പോൾ പെട്ടെന്ന് അഞ്ജലി അങ്ങോട്ട് പോയി. അവളുടെ മുഖത്തൊരു നിരാശ നിറഞ്ഞു നിൽക്കുന്നത് ആ നിമിഷം മീനാക്ഷി ശ്രദ്ധിച്ചിരുന്നു. മീനു, ഒന്ന് കൊണ്ടു കൊടുക്കൂ പ്ലീസ്. ഞാൻ അവിടെ ചെന്നാൽ ചേട്ടൻ എന്തെങ്കിലും ജോലി പറയും. അവളുടെ മുഖത്തേക്ക് നോക്കി കൊഞ്ചി എന്നതുപോലെ ആരതി പറഞ്ഞപ്പോൾ ചിരിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പിന്നെ അവൾ പെട്ടെന്ന് അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അയൺ ബോക്സ് എടുത്തുകൊണ്ട് അവന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ പതിവിന് വിപരീതമായി കാലുകൾക്കൊരല്പം വേഗത കൂടിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ റൂമിലൊന്ന് മുട്ടി. ഇങ്ങോട്ട് കയറി വാടി മരഭൂതമേ, എനിക്ക് വേറെ പണിയുണ്ട്. അകത്തു നിന്നും വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അയൺ ബോക്സ്. ചിരിയോടെ അവൾ പറഞ്ഞപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. മുൻപിൽ നിൽക്കുന്നത് ആരതിയല്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ അവനൊന്ന് നോക്കി. നീയായിരുന്നോ? അവളിവിടെ ആരതി എന്തോ ജോലിയിലാണ്. ഇത് കൊണ്ടുതരാൻ പറഞ്ഞു എന്നോട്. അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ പറഞ്ഞത്. അവളുടെ കയ്യിൽ നിന്നും അതും വാങ്ങി അവൻ ഒരു ജീൻസും ഇന്നർ ബനിയനും ഇട്ടുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. ശേഷം അയൺ ബോക്സിന്റെ സ്വിച്ച് ബോർഡിൽ കുത്തിയതിനു ശേഷം മേശപ്പുറത്തൊരു തുണി വിരിച്ചു. അവൻ ഷർട്ട് തേക്കാനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായതും അവളും മെല്ലെ പോകാൻ തുടങ്ങിയവളുടെ കയ്യിൽ കയറി അവൻ പെട്ടെന്ന് പിടിച്ചു. ഒരു നിമിഷം അവളൊന്ന് അമ്പരന്ന് പോയിരുന്നു. അവന്റെ മുഖത്തേക്ക് രൂക്ഷമായി അവളൊന്ന് നോക്കി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിനെ അധികം ലേറ്റ് ആക്കാതെ ഒന്നിടവിട്ട് തരാട്ടോ.